ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ചിത്രവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വൈറ്റ് ഷർട്ടിൽ ഗണേശൻ്റെ ചിത്രമാണ്. സ്ഥിരം ഞാൻ ചെയ്യാറുള്ള പോലെ തന്നെ ആദ്യം ഞാൻ ഗണപതിയുടെ ചിത്രം ഒരു പേപ്പറിൽ വരച്ചു. അതിനുശേഷമാണ് ഞാൻ ട്രേസ് ചെയ്ത് ഷർട്ടിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിന് ഞാൻ റെഡ് വെച്ചിട്ടാണ് ആദ്യം ഔട്ട്ലൈൻ കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് റെഡ് ഔട്ട്ലൈൻ കൊടുത്ത ശേഷമാണ് അതിന് കളർ ഫില്ല് ചെയ്യുന്നത്. ഒരു മ്യൂറൽ ടച്ച് ആണ്, മ്യൂറൽ ഗണപതിയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ പറഞ്ഞ ചിത്രം തന്നെയാണ്. അദ്ദേഹം എനിക്ക് ഒരു ഫോട്ടോ കാണിച്ചു തന്നു ഇതുപോലെ വരയ്ക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഡ്രസ്സിൽ ഞാൻ ഗണപതിനെ വരയ്ക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ക്യാൻവാസിലും പേപ്പറിലൊക്കെ വരച്ചിട്ടുണ്ടെങ്കിലും ഡ്രസ്സിലേക്ക് മ്യൂറൽ ഗണപതി ചെയ്യുന്നത് ഞാൻ കുറേ ആയി കരുതുന്ന ഒരു മ്യൂറൽ ഗണപതി ഏതെങ്കിലും എൻ്റെ മക്കളുടെ ഡ്രസ്സിലോ ഷർട്ടിലോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടി. അദ്ദേഹത്തിൻ്റെ ഹൗസ് വാമിങ്ങിനുള്ള ഡ്രസ്സാണിത്. അപ്പോൾ ഹൗസ് വാമിങ്ങിന് 2 ദിവസം മുൻപാണ് കേട്ടോ എനിക്കിത് കൊണ്ടുപോയി തന്നത്. അപ്പോൾ കുറച്ച് സ്പീഡിലുള്ള വർക്കായിരുന്നു ഇത്. കാരണം എനിക്ക് മറ്റ് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തീർക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ യെല്ലോ വാഷ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ആദ്യം കംപ്ലീറ്റ് നമ്മൾ യെല്ലോയാണ് കൊടുക്കുക. യെല്ലോ ഓക്കറും ലെമൺ യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനതിന് ഈ കളർ കൊടുത്തത്. അപ്പോൾ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ മറ്റേ ഗ്രീനും റെഡൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യുക. റെഡ് ഷെയ്ഡ് വേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ യെല്ലോയുടെ ഡബിൾ വാഷൊക്കെ ചെയ്യാറുണ്ട്. ഗ്രീൻ കളേഴ്സ് വേണ്ട സ്ഥലങ്ങളിൽ യെല്ലോയുടെ സിംഗിൾ വാഷാണ് ചെയ്യാറുള്ളത്. കളർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം കേട്ടോ. പ്രത്യേകിച്ചും വൈറ്റ് ഷർട്ട് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി, പെയിൻറ്റ് എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ പണിയാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കി ഫുള്ളായിട്ട് ന്യൂസ് പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്തിട്ടാണ് എൻ്റെ കൈയുടെ ഒരു ഭാഗം പോലും ഷർട്ടിൽ ടച്ച് ആവാതെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഞാൻ വിരലൊക്കെ പിടിക്കുന്നതൊക്കെ നോക്കി വളരെ സൂക്ഷിച്ചാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. അത് വൈറ്റ് ആയതുകൊണ്ടാണ് കൂടുതലും. പിന്നെ നമുക്കിതൊന്ന് ഡ്രൈ വാഷ് ചെയ്യാനോ ഒന്നും കൊടുക്കാനുള്ള സമയമൊന്നും എന്തായാലും ഇല്ല. അപ്പോൾ ഇത് വർക്ക് ചെയ്ത ഉടനെ തന്നെ ആളെ ഏൽപ്പിക്കേണ്ടതുമാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ ഭാഗവും കുറച്ച് കഴിയുമ്പോഴേക്കും കാണാം ന്യൂസ് പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഷർട്ടിന് ചുറ്റുമിട്ടിട്ടാണ് ഞാൻ ചെയ്തത്. യെല്ലോ വാഷ് കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ റെഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്ത ഭാഗത്ത് നിന്നും അകത്തേക്ക് ഷെയ്ഡ് ചെയ്യുകയാണ്. ഫേസിൻ്റെയും ചെവിയുടെയും ഭാഗങ്ങളെല്ലാനും ഷെയ്ഡ് ചെയ്ത് വാഷ് ചെയ്യത്തക്ക രീതിയിൽ 1-2 തവണ ബ്രഷ് വെള്ളത്തിൽ മുക്കി ഷെയ്ഡ് ചെയ്ത് അകത്തേക്ക് ബ്ലെൻഡ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. കളറിങ് കംപ്ലീറ്റ് കഴിയുമ്പോൾ നമ്മൾ 000 ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് കൊണ്ട് ഫുൾ ഔട്ട്ലൈൻ ചെയ്യണം. വരച്ചിരിക്കുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങളും ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്താലേ പിക്ചറിൻ്റെ പെർഫെക്ഷൻ മനസ്സിലാവുകയുള്ളൂ. ഓർണമെൻറ്റ്സിൻ്റെ പോർഷൻസും നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കുക. ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ലാസ്റ്റ് ഔട്ട്ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ എല്ലാവർക്കും? ഉണ്ണി ഗണപതിയെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.